കേക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമുണ്ടാവില്ല. പക്ഷേ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം വേണ്ടെന്ന് വെക്കുന്നവരായിരിക്കും അധികവും. എന്നാൽ ഇനി മുതൽ അങ്ങനെ ഒരു പേടി വേണ്ട. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നല്ലൊരു എഗ്ഗ്ലെസ് സ്പോഞ്ച് കേക്ക് എങ്ങനെ പ്രഷർ കുക്കറിൽ തയ്യാറാക്കി എടുക്കാമെന്ന് ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 200 ml കപ്പിൽ അരക്കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് നമുക്ക് ഈ മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേ കപ്പിൽ തന്നെ വേണം മറ്റ് ചേരുവകൾ ഓരോന്നായിട്ട് അളന്നെടുക്കുവാനും. രണ്ടാമതായിട്ട് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ഷുഗർ പൗഡർ അഥവാ പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇവ രണ്ടും ഈ ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 1/4 കപ്പ് അളവിൽ റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ്. അതും കൂടി ഒഴിച്ചിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 3 ചേരുവകളും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. ഇവിടെ നമ്മൾ നേരത്തെ അളന്നെടുക്കാൻ ഉപയോഗിച്ച അതേ കപ്പിൽ തന്നെ 3/4 കപ്പ് അളവിൽ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കുക. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം അതോടൊപ്പം തന്നെ 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം ബേക്കിംഗ് പൗഡറും അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചിടാം. അങ്ങനെ ഈ മൈദാമാവെല്ലാം ഇതേപോലെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ അരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനതിവിടെ ഒഴിവാക്കിയതാണ്, കാരണം എനിക്കതിൻ്റെ ആ ഒരു ഫ്ലേവർ അധികം ഇഷ്ടമില്ല. നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ശേഷം ഈ കാണുന്ന രീതിയിൽ എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് ആവശ്യാനുസരണം പാലൊഴിച്ച് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാം. പാല് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് അല്പാൽപമായിട്ട് ചേർത്ത് കൊടുത്ത് വേണം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. പിന്നെ ഈ ചേർത്ത് കൊടുക്കുന്ന പാല് അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലെ ആ ഒരു തണുപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഈ ബാറ്ററൊക്കെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തീരെ അങ്ങ് കട്ടിയുമല്ല തീരെ ലൂസുമല്ല, ആ ഒരു പരുവത്തിന് വേണം നമുക്ക് കേക്കിന് ആവശ്യമായ ബാറ്റർ തയ്യാറാക്കി വയ്ക്കാൻ. അങ്ങനെ ഇവിടെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് നല്ലതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് വയ്ക്കുക. ഇനി ഒരു പക്ഷേ ഓയിലിന് പകരം ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പാത്രത്തിൽ നിന്ന് വിട്ടുവരാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒന്ന് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ അത്രയും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രേയിലേക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി മാറ്റി വെച്ച കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ എല്ലാം ട്രേയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇനി ഈ ട്രേ ഒന്ന് കുലുക്കി ബാറ്റർ എല്ലാ വശത്തും ഒരുപോലെ വരുന്നെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് 1 ലിറ്റർ ഉൾക്കൊള്ളുന്ന ഒരു പ്രഷർ കുക്കറാണ്. ഇതിലേക്ക് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഉപയോഗിക്കാതെ തന്നെ മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ചും നമുക്ക് ഈ കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ള ബാറ്ററിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കണം. ഇവിടെ നമ്മൾ കുറഞ്ഞ അളവിലാണ് ബാറ്റർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ ഉപ്പൊക്കെ ഇട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പ്രഷർ കുക്കറിൻ്റെയും അതുപോലെ ബേക്കിംഗ് ട്രേയുടെയൊക്കെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രവും കൂടി നമ്മൾ ഇതിനുള്ളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഈ എടുത്തിട്ടുള്ള ബേക്കിംഗ് ട്രേ ഉണ്ടല്ലോ, അത് പ്രഷർ കുക്കറിനോളം തന്നെ വലുപ്പമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രഷർ കുക്കറിനുള്ളിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ട്രേ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. സോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മളത് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിന് പകരമായി സ്റ്റീൽ റിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റർ അടങ്ങിയ ട്രേ നമുക്ക് ഈ പ്രഷർ കുക്കറിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ശേഷം കുക്കർ അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 30 മിനിറ്റോളം നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്കറിൻ്റെ ആ ഒരു വെയിറ്റ് വാൽവ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ് 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും അതിലെ ആ ഒരു പ്രഷറൊക്കെ കംപ്ലീറ്റ് പുറത്തു പോയിട്ടുണ്ടാവും. ശേഷം നമുക്ക് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാം. വാവ്, പെർഫെക്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആ ഒരു സ്പോഞ്ച് കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ വെന്തിട്ടില്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള പച്ച ഈർക്കിലോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ ഈർപ്പമില്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കേക്ക് ഉണ്ടാക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.